അഖിൽ സത്യൻ രചനയും സംവിധാനവും നിർവഹിച്ച മലയാള ചിത്രമാണ് 2025 ഡിസംബർ 25-ന് പുറത്തിറങ്ങിയ സർവം മായ. ഒരു ഫീൽ ഗുഡ് ഹൊറർ പടമെന്ന് ഈ ചിത്രത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇതിന്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് അജയ് കുമാർ ആൻഡ് രാജീവ് മേനോനാണ്. നിവിൻ പോളി, റിയ ഷിബു, അജു വർഗീസ്, ജനാർദ്ദനൻ, പ്രീതി മുകുന്ദൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അവതരിപ്പിച്ച കോമഡി ഫാന്റസി ചിത്രമാണ് സർവം മായ. മലയാള ചലച്ചിത്രത്തിന്റെ പഴയ നിവിൻ പോളിയെ നമുക്ക് ഈ ചിത്രത്തിലുടനീളം കാണാൻ സാധിക്കുന്നതാണ്. നിവിൻ പോളിയുടെയും അജു വർഗീസിന്റെയും ഹാസ്യഭാഗങ്ങൾ ഉയർത്തിക്കാട്ടുന്ന ആദ്യകാല പോസ്റ്ററുകളിൽ നിന്നാണ് ചിത്രത്തിന്റെ മാർക്കറ്റിംഗ് ആരംഭിച്ചു തുടങ്ങിയത്. പിന്നീടുള്ള പോസ്റ്ററുകൾ ചിത്രത്തിന്റെ ആത്മീയവും ഹാസ്യപരവുമായ ഭാഗത്തെ ശക്തിപ്പെടുത്തുന്നതായിരുന്നു. പരമ്പരാഗതമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില വിഭവങ്ങളുടെ രുചിക്കൂട്ടുകൾ പോലെയാണ് അഖിൽ സത്യന്റെ സിനിമകൾ എന്ന് തോന്നിപ്പോകുന്ന തലത്തിലാണ് സർവം മായ ഒരുക്കിയിരിക്കുന്നത്. കുടുംബം, വൈകാരികത, കേരളീയ ഗ്രാമീണത, ഹാസ്യം എന്നിങ്ങനെ ആ രസക്കൂട്ടിന്റെ ചേരുവകൾ സത്യൻ അന്തിക്കാടിന്റെ റൂട്ടിൽ പുതിയ രീതിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഹൊറർ, കോമഡി, ഫാന്റസി എന്ന വിഭാഗത്തിൽ വളരെ രസകരമായ ചലച്ചിത്രമാണ് സർവം മായ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. സിനിമയുടെ രാഷ്ട്രീയം പലപ്പോഴും അരാഷ്ട്രീയതയുടെ സന്ദേശമായി മാറുന്നുണ്ട്. താനൊരു എത്തിസ്റ്റാണ് എന്ന് പറയുന്ന നായകനെക്കൊണ്ട് പൂജയും നടത്തി അമ്പലത്തിൽ കയറ്റി തൊഴുതു മടങ്ങിയിട്ടേ സംവിധായകൻ ആ പുതിയ ഫീൽ ഗുഡ് അനുഭവത്തിന്റെ പൂർത്തീകരണം നടത്തിപ്പിക്കുന്നുള്ളൂ. നിവിൻ പ്രഭേന്ദ്രു നമ്പൂതിരിയായി മാറുന്നത് സ്വയം സങ്കല്പിക്കാനാവുന്ന ഒരുപാട് ആളുകൾ സിനിമ കണ്ട് ഇറങ്ങിയിട്ടുണ്ടാകുമെന്ന് നമുക്ക് നിസ്സംശയം പറയാം. അതുപോലെ തന്നെ നിവിൻ പോളിയുടെയും അജു വർഗീസിന്റെയും സൗഹൃദം വളരെ മനോഹരമാണ് ഈ ചിത്രത്തിലുടനീളം. പഴയ മോഹൻലാൽ ശ്രീനിവാസൻ സൗഹൃദം ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് അജു വർഗീസിന്റെയും നിവിൻ പോളിയുടെയും സൗഹൃദം ഈ ചിത്രത്തിൽ ഉടനീളം ചിത്രീകരിച്ചിരിക്കുന്നത്.